വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു വ്ളോഗായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ഇന്നൊരു ട്രിപ്പിന് പോവുകയാണ്. ഇന്നല്ല, നാളെ ഞാനൊരു ട്രിപ്പിന് പോവുകയാണ്. അതും ജിത്തോട്ടനില്ലാത്തൊരു ഇന്റർനാഷണൽ ട്രിപ്പാണ്. ക്യാമറക്ക് പിന്നില് ജിത്തോട്ടൻ ഇരുന്ന് കുറച്ച് സങ്കടമൊക്കെ വരുന്നുണ്ട്, പക്ഷെ നിവർത്തിയില്ല. എന്നൊക്കെ പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാന് ഒരു ഇന്റർനാഷണൽ ട്രിപ്പിന് പോവുകയാണ്. എന്റെ രണ്ടാമത്തെ ഇത് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് അല്ല, ശരിക്കും പറഞ്ഞല്ലോ ഇവിടെ പണിയെടുക്കാൻ വന്നതാണ്. ഒരു ട്രിപ്പായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, ഇന്റർനാഷണൽ ട്രിപ്പ്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. ഓക്കെ, അതിന്റെ പാക്കിംഗ് ആണ് ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോ എനിക്കറിയില്ല എങ്ങനെയാണ് പാക്കിംഗ് വീഡിയോ എടുക്കേണ്ടതെന്നൊക്കെ. കുറച്ച് ദിവസത്തെ ട്രിപ്പേ ഉള്ളൂ കേട്ടോ. 24-ാം തീയതി പോയിട്ട് ബുധനാഴ്ച എന്നുവെച്ചാൽ നാളെ പോയിട്ട് സൺഡേ നമ്മൾ തിരിച്ചെത്തും. ആ ഒരു 3-4 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും മാത്രമേ എടുക്കുന്നുള്ളൂ. 15 kg പ്ലസ് 7 ഉണ്ട്, പക്ഷെ അത്ര ഒന്നും ഇല്ല. കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ പാക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതെങ്ങനെയാണ് കിട്ടിയത്, അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഗൈസ്, അതിന്റെ കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ട് വാ. ഓക്കെ, എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണം. നമ്മൾ ഏതൊക്കെ ഇവന്റിലൂടെയാണ്, ഏതൊക്കെ കോൺടെസ്റ്റിലൂടെയാണ് നിങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതൊക്കെ അറിയണം. എനിക്ക് ഇനി ഇഷ്ടംപോലെ സമയങ്ങളുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി വലിയൊരു താങ്ക്സ് നിങ്ങൾക്ക് ഓരോരുത്തരും കേട്ടോ. കാരണം Emirates ID, because when you come back nowadays we don't have the visa stamping in your passport, so the Emirates ID is mandatory. You have to bring your Emirates ID. പ്രൊഫസറൊക്കെ റെഡിയാക്കാം. സ്ലോ ആൻഡ് സ്റ്റഡി ഹിസ്റ്ററീസ്. ഹായ് ന്യൂ ഫ്രണ്ട്. ഏത് ഐസ്ക്രീമോ? കാര്യമായിട്ട് റിവ്യൂ പറയുന്നതാണ്. അപ്പൊ 1 month ആയി ഈ ഒരു ട്രിപ്പിനെ കുറിച്ചിട്ട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. പക്ഷെ അവസാന നിമിഷങ്ങളിലാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയത് കേട്ടാ. നോട്ട് ചെയ്ത് കുറച്ച് സാധനങ്ങളായിട്ടാണ് ഓരോ ദിവസമായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അതിന്റെ വീഡിയോ ഉണ്ട് കേട്ടോ. ഷോപ്പിംഗ് ഒക്കെ ചെയ്ത വീഡിയോ കുറച്ച് മാത്രമേ ഉള്ളൂ എടുക്കാൻ. ഒന്നാമത് സമയമില്ല എടുക്കാൻ പോകുമ്പോ. അപ്പൊ പിന്നെ വീഡിയോ എടുക്കാനും എന്തൊക്കെയാ എടുക്കണ്ടേ കുറെയൊക്കെ മിസ്സായി. അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് പോവാ കേട്ടോ. എന്തൊക്കെയുള്ള ഷോർട്സ്
എന്നെ കണ്ട് പേടിക്കണ്ട, ഞാനൊരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തിറങ്ങുന്നതേ ഉള്ളൂ. അതിൻ്റെ വീഡിയോ വൈകാതെ പുറത്ത് വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് സിറ്റി സെൻറ്ററിലേക്കാണ്. ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, കാരണം ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, നമ്മളിപ്പം സെൻറ്റർ പോയിന്റിലേക്കാണ് വന്നിട്ടുള്ളത്. അന്ന് വരുമ്പോൾ ഇവിടെ കുറേ ഓഫേഴ്സെല്ലാം ഉണ്ടായിരുന്നു. നോക്കാം ഇപ്പോൾ. ഹായ് ഗായ്സ്, ഇത് അനദർ ഡേ ഓഫ് ഷോപ്പിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഷീലിലേക്കാണ്. ഇവിടെ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളതൊക്കെ കണ്ടിട്ട് വന്നില്ലേ? ഇനി നമുക്ക് പാക്കിങ്ങിലേക്ക് കിടക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും പ്രോപ്പറായിട്ട് ഞാൻ മടക്കിയിട്ടില്ല. ജസ്റ്റ് ഞാൻ വെച്ചതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു 3-4 ദിവസത്തെ ട്രിപ്പാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇത് ഇവിടെ തന്നെയുള്ളത് ഇത് നൈറ്റ് വെയർ ആണ്. ഇത് 2 നൈറ്റ് വെയർ ആണ്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. സെറ്റ് നൈറ്റ് വെയർസ് ആണിത്. അതുപോലെ തന്നെയാണ് ഇത്. അതിൻ്റെ വേറെ കളറാണ്. പാണ്ട. ഓക്കെ, പിന്നെ ഇതൊരു ട്രാക്ക് സൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു ഡ്രസ്സാണ്. ചിലപ്പോൾ ഷോപ്പിംഗ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇതൊരു പച്ച കളർ, ഭയങ്കര കളർഫുള്ളായിട്ടൊരു ഡ്രസ്സാണ്. ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ കണ്ണിലടിക്കുന്ന ആ ഒരു കളറാണ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു കളർ വാങ്ങിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലത്ത് ഞാൻ സ്ഥലം പറഞ്ഞില്ല അല്ലേ? ഞാൻ പോകുന്നത് മലേഷ്യയിലേക്കാണ് ഗൈസ്, മലേഷ്യയിലേക്കാണ്. അപ്പോൾ മലേഷ്യയിൽ എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ വിന്റർ ഒന്നല്ല. നമ്മൾ UAE ഇപ്പോൾ വിന്ററാണ്, അപ്പോൾ മലേഷ്യയിൽ വിന്റർ ഒന്നല്ല. അപ്പോൾ അവിടെ സമ്മറാണ്. അപ്പോൾ വിന്റർ വെയേഴ്സ് ആയിട്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ഓക്കെ, ഇത് ഒരു ഡ്രസ്സ്. പിന്നെ പറയുന്നത് ഇത് വേറൊരു ഡ്രസ്സാണ്. ഫുൾ പോൾക്ക ഡോട്ട് ആയിട്ടുള്ള വേറൊരു ഡ്രസ്സ്. പിന്നെ ഇതൊരു സ്വെറ്റ് ഷർട്ട് ഒന്നും പറയാൻ അങ്ങനെ പറയാം. പക്ഷെ ഇതെനിക്ക് ഇഷ്ടമായി. ഷീന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇന്നലെ ഷീനിൽ പോയിട്ടാകുമ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇടാൻ ഒരു ജീൻസ്. പിന്നെന്താ, ഇത് വരുമ്പോ ഇടാന്ന് വിചാരിക്കുന്നു. ഫ്ലൈറ്റിൽ തിരിച്ചു വരുന്ന സമയത്ത് ഇടാന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വേറൊരു ഹുഡിയും ഉണ്ട്. അത് ജിത്തോന്റെ ആണ്. അതാണ് ഞാൻ നാളെ പോകുമ്പോ ഇടാൻ പോകുന്നത്. നിങ്ങൾ തരണ്ട, ഞാൻ എടുത്തിട്ട് പോയിക്കോളും. ഓക്കെ, ആ ഹുഡിയാണ് ഞാൻ നാളെ ഇടാൻ പോകുന്നത്. കാരണം കുറച്ച് തണുപ്പുണ്ടാവുമല്ലോ, ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഉണ്ടാവും തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് അത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ജിത്തോട്ട് ഓൾറെഡി ഇട്ട തന്നെ.
പക്ഷെ ഇത് ഇടാന്ന് വിചാരിക്കുന്നു. ഇതും ജീൻസ് ഞാൻ പോകുമ്പോഴുന്ന്, ഇത് ഞാൻ വരുമ്പോഴുന്ന്. പിന്നെ ഇതൊക്കെ അവിടെ 3-4 ദിവസമല്ലോ. പിന്നെ ഒരു ഡ്രസ്സും കൂടി എടുക്കാനുണ്ട്. ഈ ഒരു ഡ്രസ്സും കൂടി എടുക്കുന്നുണ്ട്. ഇത് ഓൾറെഡി ഞാൻ ഇട്ട ഡ്രസ്സാണ്. അന്ന് മിറാക്കിൾ ഗാർഡനിൽ പോകുമ്പോൾ അങ്ങനെ ഇട്ട ഷീന്ന് അയച്ചു തന്നെയാണ്. അപ്പം ഇതൊരു എക്സ്ട്രാ ഞാൻ ഡ്രസ്സ് എടുക്കുന്നുണ്ട്. എക്സ്ട്രാ ഡ്രസ്സ് എടുക്കണമല്ലോ. അവിടെ എന്തോ ഡിന്നർ നൈറ്റ് പാർട്ടി ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഇതിൻ്റെ ഒക്കെ വ്ളോഗ് ഞാൻ മാക്സിമം ഞാൻ എടുക്കാൻ നോക്കാം. പിന്നെ ഇതൊരു ഗ്രൂപ്പ് ട്രിപ്പ് അല്ലേ, നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് അങ്ങനെയല്ലല്ലോ. ഇതൊരു ഇങ്ങനെ ഗൈഡ് ചെയ്യുന്ന അതുപോലെയാണ്, ഗ്രൂപ്പ് ട്രിപ്പാണ്. അപ്പോൾ മാക്സിമം ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ നോക്കാം. പിന്നെ എന്ന് പറയുന്നത് ഈ വീഡിയോ നാളെ നിങ്ങൾ കാണും, പോകുന്നതിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ ഇനി വരാൻ പോകുന്ന ഞാൻ അവിടെ എത്തിയിട്ടുള്ള മലേഷ്യ വീഡിയോസൊക്കെ, ലങ്കാവിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പം ആ ഒരു ഐലൻഡിലൊക്കെ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അവിടെ നിന്ന് എഡിറ്റ് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഓരോന്നായിട്ട് ഞാൻ ഇടാൻ നോക്കാം. ഓക്കെ. പിന്നെ ഈ ഒരു സെക്ഷൻ വരുന്ന സമയത്ത് ഇവിടെ എൻ്റെ കവറിലാക്കി വെച്ചിട്ടുള്ളത് എൻ്റെ അണ്ടർവെയർസും ഇന്നേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ. പിന്നെ ഇത് എൻ്റെ സ്കിൻ കെയർ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. മേക്കപ്പ് എന്ന് പറയാൻ വേണ്ടിട്ട് മേക്കപ്പിനേക്കാളും കൂടുതൽ സ്കിൻ കെയർ ഐറ്റംസ് ആയിരിക്കും ഇതിലുള്ളത്. സോക്സ് എടുത്തിട്ടുണ്ട്, ആവശ്യാനുസരണം നമുക്ക് ഇടാവുന്നതാണ്. ഞാൻ ഇട്ടിട്ട് പോകുന്ന ഷൂ ആണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഞാനൊരു ചപ്പൽ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അതിനു മുമ്പ് ഞാൻ എൻ്റെ മുടി കണ്ടില്ലേ ഗൈസ്? കണ്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്കറിയാം. ഇത് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്തതാണ്. ഞാൻ ഓൾറെഡി കളർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേയുടെ ടൈമിൽ. അപ്പോൾ ഞാൻ നാട്ടിൽ പോകാനാകുമ്പോൾ നമുക്ക് പ്രോട്ടീൻ ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ട്രിപ്പ് വന്നതുകൊണ്ട് ഇപ്പം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാൻ സമയമില്ല, അതുകൊണ്ട് അത് വഴിയെ വരുന്നതായിരിക്കും ഡീറ്റെയിൽഡ് വീഡിയോ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഷാമ്പൂ കണ്ടീഷണറാണ്. ഞാൻ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യണം. അപ്പം അതിൻ്റെ ഷാമ്പൂ കണ്ടീഷണർ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു ഹാൻഡ് ബാഗും ഞാൻ എടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതൊക്കെയാണ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഞാൻ മലേഷ്യയിൽ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഞാൻ വഴിയെ ഇടാം. ഓക്കെ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നത്. ഇതൊരു കുഞ്ഞ് പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറച്ച് ക്ലിപ്പായിട്ട് ഞാൻ ഇട്ടത് ഇതിൽ. ഓക്കെ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.